ഒരു മാന്യമായ സ്വപ്നം തകർന്ന ഒരു വ്യവസ്ഥയെ കണ്ടുമുട്ടുമ്പോൾ കേരളത്തിലെ ധാർമ്മിക ഭരണത്തിനായുള്ള എന്റെ പോരാട്ടം. ഒരു എൻആർഐ ആയി ഞാൻ കേരളത്തിൽ തിരിച്ചെത്തിയപ്പോൾ എന്റെ ദൗത്യം വ്യക്തമായിരുന്നു. എൻസിഎഫ്ഇയുടെ അംഗീകാരമുള്ള ഒരു മോഡൽ 5P ഇന്റർനാഷണൽ വെൽനസ് ലീഡർഷിപ്പ് അക്കാദമി സൃഷ്ടിച്ച് എന്റെ മാതൃരാജ്യത്തിന് തിരികെ നൽകുക. അത് പ്രാദേശിക യുവാക്കളെ ശാക്തീകരിക്കുകയും തൊഴിലന്വേഷകരെ പരിശീലിപ്പിക്കുകയും അവർക്ക് ആഗോളതലത്തിൽ പരിചയം നൽകുകയും ചെയ്യും. അവർക്ക് ജോലി നേടാൻ സഹായിക്കുക മാത്രമല്ല, ധാർമ്മികത, യുക്തി, ഉത്തരവാദിത്തം എന്നിവയോടെ ജോലികൾ ചെയ്യുക. ന്യായവും ശക്തവുമായ ഒരു സമൂഹത്തിനുള്ള അടിത്തറ. എന്നാൽ പകരം സംഭവിച്ചത് ഇതാ. അംഗീകാരങ്ങൾക്കായി പഞ്ചായത്തിന് വലിയ കൈക്കൂലി നൽകേണ്ടിവരുമെന്ന് എന്റെ കോൺട്രാക്ടർ തുടക്കം മുതൽ തന്നെ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫൗണ്ടേഷൻ ആരംഭിക്കുന്നതും നിർത്തിയാൽ വ്യക്തികളെക്കാൾ സർക്കാരിന് പിഴ അടയ്ക്കുന്നതും നല്ലത് എന്ന് അദ്ദേഹം ഉപദേശിച്ചു. അഴിമതിക്ക് വഴങ്ങാൻ ഞാൻ വിസമ്മതിച്ചു. തുടർന്ന് നടന്നത് ഒരു പീഡന ശൃംഖലയായിരുന്നു. രാഷ്ട്രീയമായി ബന്ധമുള്ള വ്യക്തികളിൽ നിന്നുള്ള അതിക്രമങ്ങളും ഭീഷണികളും. വ്യക്തമായ കാരണങ്ങളില്ലാതെ ഒന്നിനുപുറകെ ഒന്നായി ഏകപക്ഷീയമായ സ്റ്റോപ്പ് മെമ്മോകൾ. കുറ്റവാളികളെ രക്ഷിക്കാൻ സൗഹാർദ്ദപരമായ ഒത്തുതീർപ്പിൽ ഒപ്പിടാൻ പോലീസ് സമ്മർദ്ദം ചെലുത്തി. പരാതികളെയും സ്വീകരിച്ച നടപടികളെയും കുറിച്ചുള്ള വിശദാംശങ്ങൾക്കായുള്ള വിവരാവകാശ അപേക്ഷകൾ അവഗണിച്ചു. എന്റെ പ്രതികരണം: മന്ത്രിമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പോലീസ്, പ്രതിപക്ഷ നേതാവ്, MP, ജില്ലാ കളക്ടർ, വിജിലൻസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ അധികാരികൾക്കും ഞാൻ 10 ഇമെയിലുകൾ അയച്ചു. ഫലപ്രദമായ ഒരു പ്രതികരണവും ലഭിച്ചില്ല. സാക്ഷരനും പരിചയസമ്പന്നനുമായ ഒരു എൻആർഐ ഔദ്യോഗിക ചാനലുകൾ ഉപയോഗിച്ച് പോരാടുമ്പോൾ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ ദരിദ്രനും നിരക്ഷരനുമായ ഒരു ഗ്രാമീണൻ എന്ത് പ്രതീക്ഷയാണുള്ളത്? ഇത് എന്റെ കേസിനേക്കാൾ വലുതായിരിക്കുന്നത് എന്തുകൊണ്ട്? ഇത് എന്റെ മാത്രം കഥയല്ല, ഇത് വ്യവസ്ഥയുടെ പ്രതിഫലനമാണ്. എൻആർഐ പരാതികൾ മുൻഗണനാക്രമത്തിൽ കൈകാര്യം ചെയ്യണം. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെയും വികസനത്തിന്റെയും ഒരു പ്രധാന ഉറവിടമാണ് എൻആർഐകൾ. ധാർമ്മികവും തത്സമയവുമായ പരാതി പരിഹാരം ഒരു സ്വപ്നമല്ല, അവകാശമായിരിക്കണം. ഉത്തരവാദിത്തവും സുതാര്യതയും രാഷ്ട്രീയ പക്ഷപാതത്തിനും ഉദ്യോഗസ്ഥ കാലതാമസത്തിനും പകരമായിരിക്കണം. സിസ്റ്റത്തിന് എങ്ങനെ മെച്ചപ്പെടുത്താം? ജോലി വിഹിതവും ട്രാക്കിംഗും. ഒരു നിശ്ചിത സമയപരിധിയോടെ ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന ഓരോ പരാതിയും പൊതുജനങ്ങൾക്ക് ദൃശ്യമാകും. സാധുവായ കാരണമില്ലാതെ കേസുകൾ വൈകിപ്പിക്കുന്നതിനുള്ള കർശനമായ ശിക്ഷകൾ. ഡിജിറ്റലാദ്യ സമീപനം. ഇമെയിലുകൾ മാത്രമല്ല, യഥാർത്ഥവും വേഗത്തിലുള്ളതുമായ നടപടി. ധാർമ്മികതയിലും യുക്തിസഹമായ തീരുമാനമെടുക്കലിലും യുവാക്കൾക്ക് പരിശീലനം. അഴിമതിയുടെ മൂലത്തെ തകർക്കാൻ. എന്റെ നടപടിയിലേക്കുള്ള ആഹ്വാനം. ഞാൻ അഭ്യർത്ഥിക്കുന്നത്: ഈ സംഭാഷണം സജീവമായി നിലനിർത്താൻ പൊതുജന പിന്തുണ. അധികാരികൾ ഇപ്പോൾ പ്രവർത്തിക്കണം, മാസങ്ങൾക്ക് ശേഷമല്ല. പ്രവാസികൾ ഒന്നിച്ച് ന്യായമായ പരിഗണന ആവശ്യപ്പെടണം. രാഷ്ട്രീയ കളികളും വ്യക്തിപരമായ അത്യാഗ്രഹവും കൊണ്ട് ഒരു മഹത്തായ ലക്ഷ്യം നശിപ്പിക്കപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. കേരളം അതിന്റെ പ്രവാസികളെയും സംരംഭകരെയും സ്വപ്നജീവികളെയും യഥാർത്ഥത്തിൽ വിലമതിക്കുന്നുവെങ്കിൽ അത് തെളിയിക്കാനുള്ള സമയം ഇപ്പോഴാണ്.